ഒരു കാട്ടിൽ ആന മാത്രമേ ഉള്ളൂ, വേറെ മൃഗങ്ങൾ ഒന്നുമില്ല കേട്ടാ. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ വന്ന് ആനയെ വെടിവെച്ചു. പക്ഷെ വെടികൊണ്ടത് തത്തമ്മയ്ക്കായിരുന്നു. എങ്ങനെ? ഒരു കാട്ടില് ആന മാത്രമേ ഉള്ളൂ, വേറെ മൃഗങ്ങളൊന്നുമില്ല. ഒരു വേട്ടക്കാരൻ വന്ന് ആനനെ വെടിവെച്ചപ്പോഴത്തേക്കും വെടികൊണ്ടത് തത്തമ്മക്കായിരുന്നു. പിന്നെ തത്തയില്ലാണ്ട് തത്തക്കുള്ളൂ സൽമ, നീ വീട്ടിൽ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഇനി ചോദ്യം തെറ്റി. തത്ത പക്ഷിയല്ലേ? ആന മാത്രമേ ഉള്ളൂ കാട്ടില്. വെടിവെച്ച തത്തമ്മേനെ, അതുകൊണ്ടാ അങ്ങനെ വന്നോട്. കാട്ടിച്ചത് തത്തനെ പുറത്തുനിന്നായിരിക്കും. അല്ല റബീസ് കേവി. നോക്കട്ടെ. ആനയുടെ പേര് തത്തമ്മേന്നായിരുന്നു. എല്ലാ ദിവസവും പറക്കാറുണ്ട്, പക്ഷെ എങ്ങോട്ടും പോകുന്നില്ല. ആരാണ് ഞാൻ? മിക്കവാറും എല്ലാ ദിവസവും പറക്കാറുണ്ട്, പക്ഷെ എങ്ങോട്ടും പോകുന്നില്ല. പറക്കുന്നുണ്ടോ? ആ പറക്കുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. ഓക്കെ. സൂര്യൻ എപ്പോഴും കറങ്ങുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടും പോകുന്നില്ല. ഭൂമി, ചന്ദ്രൻ അല്ല. നേച്ചറുമായിട്ട് സമയം അല്ല. അല്ല. മിക്സി, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ. അല്ല, ഉത്തരം അതല്ല. ഒരെണ്ണത്തിന് ഏതൊക്കെ? അര ഒന്ന്, മുക്കാല്, കാല്. സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം ഏതാണ്? മോർച്ചറിയാണോ? അല്ല. പ്രവർത്തന ലിഫ്റ്റ് സ്ഥാപനം. തുറന്നിട്ട് ചില ആൾക്കാരൊന്ന് കള്ളു വായിച്ചോണ്ട് പോകും. തിയേറ്റർ. എന്നാ പിന്നെ ബാങ്ക് തുറന്നിട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്? ബാങ്ക് അടച്ചിട്ടില്ലല്ലേ പ്രവർത്തിക്കുന്നത്? ആൾക്കാർ അതെങ്ങനെയാ? ഡോറുള്ള സ്ഥലം, ഡോറുള്ള കടകളൊക്കെ ഡോർ അടച്ചിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? തിയേറ്റർ അടച്ചാലല്ലേ പ്രവർത്തിക്കും. എന്താ എല്ലാ ബാങ്കും അടച്ചാലല്ലേ ബാങ്ക് പ്രവർത്തിക്കത്തുള്ളൂ? ബാങ്ക് തുറന്നിട്ടിട്ട് വരാൻ പറ്റും. സ്ക്രീനിൽ തെളിയൂ, വട്ടത്തിൽ കാണുക. മുയലും എൻട്രൻസ് പരീക്ഷ എഴുതി. അവയുടെ മാർക്ക് കുറവാണ്, പക്ഷേ കൂടുതൽ മാർക്ക് കിട്ടിയ മുയലിന് പ്രവേശനം കിട്ടിയില്ല. എന്നാൽ ആമയ്ക്ക് ആ കോഴ്സ് പ്രവേശനം കിട്ടി. കാരണം എന്ത്? ആമയും മുയലും കിക്കടിക്കും. എന്തുവാ ഒന്ന് ചിന്തിക്ക്. ആ മുയൽ ഓടിപ്പോയി, ആമ അവിടെ തന്നെ പയ്യ വന്ന. ആമയൊന്ന് ജയിച്ചു. അതാ പറഞ്ഞ, ആമ അവിടെ തന്നെ ഇരുന്ന് മുയൽ ഓടിപ്പോയത് കൊണ്ടാണ്. ആമയ്ക്ക് ഹോട്ട്സ്പോട്ടാണ് പ്രവേശനം കിട്ടിയ. അത് പണ്ട് ആമയും മുയലും ഓട്ടം അനുസരിച്ച് ആമയല്ലേ ജയിച്ചേ. അപ്പൊ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കട്ടെ. വസ്തുവും കരയിലെ വൃക്ഷവും ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത്? കടലിലെ വസ്തു, കടലിലെ, കരയിലെ വൃക്ഷം കൂടെ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം ഏത്? എന്റെ വായിന്ന് അറിയാൻ ഉത്തരം വന്നു പോയി, നിങ്ങൾ അറിഞ്ഞതുമില്ല. അതുകൊണ്ട്
പഴം മാവ് കരയിലെ വൃക്ഷം ചാവിൽ ഈട്ടിങ്ങാണ് കേട്ടോ. അടിച്ചു കയറി വാ. ഒരു തോടിന്റെ കരയിൽ 5 കിളികൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ 4 കിളികള് പറന്നുപോയി. ഒരു കിളി അവിടെ എവിടെയും പോയില്ല. ആ കിളീന്റെ വീടാണ് അത്. ആ കിളീന്റെ വീടാണ്. അല്ല, ചോദ്യം അല്ല. ബസ്സിലെ കിളി ഭക്ഷണം കഴിക്കാൻ എത്തി. കറികൾ മുഴുവൻ വിളമ്പി. ചാറ് ചോദിച്ചപ്പോൾ ഭാര്യ ഒരു നമ്പർ പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞത്? അല്ല, പറഞ്ഞത് 2 അക്ഷരാ പറഞ്ഞ 2 നമ്പരാ പറഞ്ഞത്. 6 ദുൽഖർ ഉണ്ടെങ്കിൽ സച്ചിൻ എത്ര ദുൽഖർ ഉണ്ട്? കണക്കിന് വാക്കുകളുള്ള 10 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? 1000 കണക്കിന് വാക്കുകളുണ്ട്. 10 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്കാണ്. എന്താണ് ആ വാക്ക്? ചൂടെടുക്കാത്തത്? റൊണാൾഡോക്ക് എന്തുകൊണ്ട് ചൂടെടുക്കാത്തത്? ഫാൻ ഇട്ടുകൊണ്ടോ? ഫാൻ ഇട്ടുകൊണ്ടോ? അല്ല. AC ഉള്ളതുകൊണ്ടോ? അല്ല. ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? അല്ല. അവിടെ ചൂടായതുകൊണ്ട്. ചൂടെടുക്കാത്തത് എന്തുകൊണ്ട്? അവിടെ തണുപ്പുള്ള സ്ഥലത്ത്. അല്ല. ചുറ്റിനും റൊണാൾഡോന്റെ ഫാൻസ് ആയിരുന്നു. അടുത്ത ഖാദർ മാഷ് കുളിമുറിയിൽ കയറിയേ. വാതിലടച്ചു. പക്ഷെ തോർത്ത് പുറത്തായിരുന്നു. എന്നിട്ട് അയാൾ പരസഹായം കൂടാതെ കുളിച്ചു. തോർത്തി പോന്നു. എങ്ങനെ? പരസഹായമില്ലാതെ കുളിച്ചു തോർത്തി പോന്നു. എങ്ങനെ? ഖാദർ മാഷ് കുളിക്കാൻ കയറിയപ്പോ തോർത്ത് പുറത്ത് വെച്ചിട്ട് അയാൾ എന്താ തോർത്തില്ലാണ്ട് പരസഹായം ആരുടെ ഹെൽപ്പില്ലാതെ അയാൾ എന്ത് ചെയ്തു? കുളിച്ചിട്ട് ഇറങ്ങി. ഇല്ല. തോർത്തെവിടെയായിരുന്നു? അല്ല, എങ്ങനെ? പുറത്തോർത്തല്ലേ? കുളിക്കാൻ കയറിയപ്പോ തോർത്ത് പുറത്താ വെച്ചേ. അത് പുറത്ത് കുളിച്ചാണ്. തോർത്ത് വെച്ചിട്ടല്ലേ കുളിക്കാൻ ഇറങ്ങിയത്? തോർത്ത് പുറത്തായിരുന്നു. കുളിക്കാൻ കയറിയപ്പോ തോർത്ത് പുറത്ത് വെച്ചിട്ടാ കുളിച്ചേ. എന്നിട്ട് അത് ഖാദർ മാഷിന്റെ പുറത്തായിരുന്നു. ഇനിയൊന്നുമില്ല. എന്നാലും ഞാൻ ഓടും. എന്തോ? എനിക്ക് കാലില്ല, എന്നാലും ഞാൻ ഓടും. കൈയില്ല, എന്നാലും അടിക്കും. അലാറം അല്ല, ക്ലോക്ക്. ഓടും. സമയം അല്ല. എനിക്ക് കാലില്ല, എന്നാലും ഞാൻ ഓടും. കൈയില്ല, എന്നാലും അടിക്കും. ചെണ്ടയോ?